ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ പ്രിലിമിനറി ടെക്നിക്സിലെ സെക്കൻഡ് പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ പ്രിലിമിനറി ടെക്നിക്സ് മെയിനായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഫസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റംസ് ഇൻ ടു കറൻറ്റ് ആൻഡ് നോൺ കറൻറ്റ്. ആൻഡ് സെക്കൻഡ് കാറ്റഗറി വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റംസും ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷനും. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റം എന്നുള്ള ഫസ്റ്റ് പോയിൻ്റ്, അതായത് ഫസ്റ്റ് ടെക്നിക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ items can be classified into two, current asset and non-current asset. അതിന് രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതിൽ കറൻറ്റ് കാറ്റഗറിയിൽ തന്നെ കറൻറ്റ് അസറ്റും ഉണ്ട്, കറൻറ്റ് ലയബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നോൺ കറൻറ്റ് കാറ്റഗറിയിൽ നോൺ കറൻറ്റ് അസറ്റും ഉണ്ട്, അതേപോലെ തന്നെ നോൺ കറൻറ്റ് ലയബിലിറ്റീസും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷനാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ, അതായത് ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാണ്. അതായത് വിച്ച് നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ടേക്കൺ പ്ലേസ്, അതാണ് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഫ്ലോ ഓഫ് ഫണ്ട് അല്ലേ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഈ കറൻറ്റ് അസറ്റിലോ കറൻറ്റ് ലയബിലിറ്റീസിലോ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് അല്ലേ. അതായത് അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എന്താണെങ്കിലും എഫക്റ്റ് ചെയ്യും. അതായത് കറൻറ്റ് അസറ്റിലോ കറൻറ്റ് ലയബിലിറ്റീസിലോ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് എഫക്റ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി ഫ്ലോ ഓഫ് ഫണ്ട് അല്ലേ. അത് ഫണ്ട് ഫ്ലോനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുമ്പോഴാണ് ഫണ്ട് ഫ്ലോയിൽ ചേഞ്ചസ് വരുന്നത്. ദെൻ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് കറൻറ്റ് അസറ്റിലോ കറൻറ്റ് ലയബിലിറ്റിയിലോ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണമാണ്. ഇനി the changes may be inflow of fund or outflow of fund. ഈ ഫ്ലോ ഓഫ് ഫണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതിൽ ഇറ്റ് മേ ബി ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. ഒന്നുകിൽ ഇൻഫ്ലോ ആവാം അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആവാം. ഇനി ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. ഇപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞു അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ചേഞ്ചസ് മേ ബി ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫ്ലോ ഓഫ് ഫണ്ട്. അതിന് നമ്മൾ ഫണ്ട് ഇൻഫ്ലോ എന്നാണ് പറയുന്നത്. ഇനി if there is any decrease in working capital, it is called outflow of fund. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമ്മൾ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഈ ഒരു ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളതെന്നുള്ളത് നോക്കാം. ഗൈഡ് ലൈൻസ് മെയിനായിട്ടും 3 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ്, ഇൻവോൾവിങ് കറൻറ്റ് ഐറ്റം. സെക്കൻഡ്, ഇൻവോൾവിങ് നോൺ കറൻറ്റ് ഐറ്റം. ദെൻ തേർഡ്, ഇൻവോൾവിങ് കറൻറ്റ് ഐറ്റം ആൻഡ് നോൺ കറൻറ്റ് ഐറ്റം. ഇങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. അതിൽ ശ്രദ്ധിക്കുക, സെക്കൻഡും തേർഡും പോയിൻ്റ് നോക്കൂ. അതായത് ഇൻവോൾവിങ് കറൻറ്റ് ഐറ്റം, അതായത് കറൻറ്റ് ഐറ്റംസ് മാത്രമേ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. ദാറ്റ് മീൻസ് കറൻറ്റ് അസറ്റ് ഓർ കറൻറ്റ് ലയബിലിറ്റി അല്ലേ, കറൻറ്റ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സെക്കൻഡ് കാറ്റഗറിയിൽ പറയുന്നത് നോൺ കറൻറ്റ് ഐറ്റമാണ്. ഈ നോൺ കറൻറ്റ് ഐറ്റം ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ ഫണ്ട്. അത്
നോൺ കറണ്ട് ഐറ്റമാണ് ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫണ്ടിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദ തേർഡ് കാറ്റഗറി പറയുന്നത് കറണ്ട് ഐറ്റം. ഒന്ന് കറണ്ട് ഐറ്റത്തിനെ അഫക്റ്റ് ചെയ്യും, ഒന്ന് നോൺ കറണ്ട് ഐറ്റത്തിനെ ആണെങ്കിലും ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് ദി ഫ്ലോ ഓഫ് ഫണ്ട്. അല്ല, അത് ഫണ്ടിനെ അഫക്റ്റ് ചെയ്യും. മേ ബി ഇൻഫ്ലോ ഉണ്ടാവും അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ട്രാൻസാക്ഷനാണ് ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ഇൻവോൾവിങ് കറണ്ട് ഐറ്റം. ഇതിൽ തന്നെ 3 സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ് അല്ലേ. ഏതൊരു ട്രാൻസാക്ഷൻ നമുക്ക് 2 ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ആ 2 ആസ്പെക്ട് എന്ന് പറയുന്നത് ഇൻവോൾവിങ് 2 കറണ്ട് അസറ്റ്. അതായത് ഇപ്പോൾ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് 2 കറണ്ട് അസറ്റ് ആണെന്ന് കരുതുക. അതാണ് ഫസ്റ്റ് കാറ്റഗറി പറയുന്നത്. സെക്കൻഡ് കാറ്റഗറി പറയുന്നത് രണ്ടും കറണ്ട് ലയബിലിറ്റീസ് ആണെങ്കിൽ. ഞാൻ തേർഡ് കാറ്റഗറി പറയുന്നത് ഒന്ന് കറണ്ട് അസറ്റും ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയാണ്. അങ്ങനെ ഒരു 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഈ കറണ്ട് ട്രാൻസാക്ഷൻ്റെ അണ്ടറിൽ തന്നെ. ഫുള്ള് കറണ്ട് നാച്ചുറലാണല്ലോ. ഫസ്റ്റ് കേസിൽ 2 കറണ്ട് അസറ്റ്, സെക്കൻഡ് കേസിൽ 2 കറണ്ട് ലയബിലിറ്റി, തേർഡ് കേസിൽ 1 കറണ്ട് അസറ്റും 1 കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ എങ്ങനെയൊക്കെയായിരിക്കും അത് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഡീറ്റെയിലി മനസ്സിലാവും. നോക്കുക. If the transaction involves 2 current asset, it is coming under the category transaction involving 2 current asset. അല്ലേ, 2 current asset എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 ആസ്പെക്റ്റും കറണ്ട് അസറ്റ് ആണ് അഫക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. നമുക്കറിയാം ക്യാഷും കറണ്ട് അസറ്റാണ്, ഡെപ്റ്റേഴ്സും കറണ്ട് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടും കറണ്ട് അസറ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിളാണ്. ദെൻ വേറെ കേസ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലേ. ക്യാഷിനാണ് സെയിൽ ചെയ്തിട്ടുള്ളത്, രണ്ടും എന്തുതന്നെയാണ്, കറണ്ട് അസറ്റ് തന്നെയാണ്. അവിടെ ആകെ വരുന്നത് കറണ്ട് അസറ്റ് മാത്രമേ ഉള്ളൂ, ലയബിലിറ്റി വരുന്നില്ല. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ടും കറണ്ട് അസറ്റ് വരുന്ന കേസ്. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഇൻവോൾവിങ് 2 കറണ്ട് ലയബിലിറ്റീസ്. രണ്ടും, അതായത് ട്രാൻസാക്ഷനിൽ രണ്ടും എന്തുതന്നെയാണ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഇൻവോൾവിങ് 2 കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ബിൽസ് പേയബിൾ ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുക അല്ല, ബിൽസ് പേയബിളും ലയബിലിറ്റിയാണ്, ക്രെഡിറ്റേഴ്സും കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ രണ്ടും കറണ്ട് ലയബിലിറ്റി വരുന്ന കേസാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഇനി തേർഡ് കാറ്റഗറി ഇൻവോൾവിങ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അതായത് ഒരു ആസ്പെക്റ്റ് കറണ്ട് അസറ്റ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും, കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേ ചെയ്തു എന്ന് പറയുമ്പോൾ ക്യാഷ് ഇസ് കറണ്ട് അസറ്റ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഈസ് കറണ്ട് ലയബിലിറ്റി അല്ലേ. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിളാണ്. അതായത് ഒന്ന് കറണ്ട് അസറ്റും ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും, കറണ്ട് ലയബിലിറ്റി ആയിരിക്കും. അങ്ങനെ 3 കാറ്റഗറിയാണ് ഈ ഒരു കേസിൽ വരുന്നത്. അതായത് ഇൻവോൾവിങ് കറണ്ട് ഐറ്റംസ് എന്നുള്ള കാറ്റഗറിയിൽ അല്ലേ. കറണ്ട് നാച്ചുറൽ ഓഫ് ഐറ്റംസ് മാത്രമേ വരുള്ളൂ. ഒന്നുകിൽ 2 കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ 2 കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ 1 കറണ്ട് അസറ്റും 1 കറണ്ട് ലയബിലിറ്റി. ഇനി ഈ ഒരു ഗൈഡ് ലൈൻസിൽ സെക്കൻഡ് നോൺ കറണ്ട് ഐറ്റംസ്. നോൺ കറണ്ട് ഐറ്റംസ് ആണ് ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം നോൺ കറണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 1 ഇയർ അല്ലേ, മോർ ദാൻ 1 ഇയറിൽ കൂടുതലുള്ള ലയബിലിറ്റീസ് ആണെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസും, മോർ ദാൻ 1 ഇയർ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന അസറ്റ് ആണെങ്കിൽ നോൺ കറണ്ട് അസറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നോൺ കറണ്ട് ഐറ്റംസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇറ്റ്
ഡു നോട്ട് അഫക്റ്റ് ദി ഫണ്ട്. അത് ഫണ്ടിന് എന്ത് ചെയ്യില്ല, എഫക്റ്റ് ചെയ്യില്ല. കാരണം ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. സോ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ അതിലുള്ള ചേഞ്ചസ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിലും ചേഞ്ചസ് വരുത്തുള്ളൂ. സോ നോൺ കറണ്ട് ഐറ്റംസ് ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിൾസ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് അനദർ ഫിക്സഡ് അസെറ്റ് അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫർണിച്ചർ വാങ്ങിക്കുക എന്ന് കരുതുക. ഒരു ഫിക്സഡ് അസെറ്റിന് വേറൊരു ഫിക്സഡ് അസെറ്റ് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ രണ്ടും എന്ത് തന്നെയാണ്, നോൺ കറൻറ്റ് നാച്ചർ ഓഫ് ഐറ്റമാണ്. അതേപോലെ തന്നെ ഡിബഞ്ചർ ഇൻറ്റു ഷെയർ, ഡിബഞ്ചർ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുക. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ഈ ഒരു നോൺ കറൻറ്റ് ഐറ്റംസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യില്ല. സോ ദാറ്റ് ഫണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദ തേർഡ് കാറ്റഗറി ഈസ് ഇൻവോൾവിങ് കറൻറ്റ് ഐറ്റം ആൻഡ് അനദർ നോൺ കറൻറ്റ് ഐറ്റം. അതായത് ഒന്ന് കറൻറ്റ് ഐറ്റും മറ്റത് നോൺ കറൻറ്റ് ഐറ്റും. ഈ ഒരു കേസിലാണ് ഫണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നത്. നോക്കുക, ഇതിൽ തന്നെ 5 സബ് കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ഇൻവോൾവിങ് എ കറണ്ട് അസെറ്റ് ആൻഡ് എ നോൺ കറണ്ട് അസെറ്റ്. ഒരു ട്രാൻസാക്ഷനിൽ കറണ്ട് അസെറ്റും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നോൺ കറണ്ട് അസെറ്റും ഉണ്ടായിരിക്കും. വേറൊരു കേസ് വരുന്നത് ഇൻവോൾവിങ് കറണ്ട് അസെറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി. ഒരു കറണ്ട് അസെറ്റും മറ്റേത് നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. തേർഡ് പറയുന്നത് ഇൻവോൾവിങ് കറണ്ട് ലയബിലിറ്റി ആൻഡ് എ നോൺ കറണ്ട് ലയബിലിറ്റി. രണ്ടും ലയബിലിറ്റിയാണ് അല്ലേ, ഒന്ന് കറൻറ്റും ഒന്ന് നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. ഫോർത്ത് കാറ്റഗറി ഇൻവോൾവിങ് കറണ്ട് ലയബിലിറ്റി ആൻഡ് നോൺ കറണ്ട് അസെറ്റ്. കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് അസെറ്റും. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി ഇൻവോൾവിങ് നോൺ ട്രേഡിംഗ് റെസീപ്റ്റ്സ്. ഇത്രയും കാറ്റഗറി വരുന്ന കേസിലാണ് അത് ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് കേസ് നോക്കൂ, ഇൻവോൾവിങ് കറണ്ട് അസെറ്റ് ആൻഡ് നോൺ കറണ്ട് അസെറ്റ്. അത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഫോർ ക്യാഷ്. ഫിക്സഡ് അസെറ്റ് ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലേ, ഫിക്സഡ് അസെറ്റ് ഈസ് നോൺ കറണ്ട് അസെറ്റ് ആൻഡ് ക്യാഷ് ഈസ് കറണ്ട് അസെറ്റ് അല്ലേ. അപ്പോൾ കറണ്ട് അസെറ്റും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, നോൺ കറണ്ട് അസെറ്റും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നല്ല എക്സാമ്പിൾസ് ആണ് പർച്ചേസ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ക്യാഷ്, സെയിൽ ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ക്യാഷ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് ഫോർ ക്യാഷ്. ഇത്രയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത്. നെക്സ്റ്റ് ഇൻവോൾവിങ് കറണ്ട് അസെറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി. ഒരു കറണ്ട് അസെറ്റും നോൺ കറണ്ട് ലയബിലിറ്റി വരുന്ന എക്സാമ്പിൾ നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ ക്യാഷ് അല്ലേ. ഷെയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോൺ കറണ്ട് ലയബിലിറ്റി ആൻഡ് ക്യാഷ് കറണ്ട് അസെറ്റ്. ദെൻ അതേപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഫോർ ക്യാഷ് ആൻഡ് റേസിംഗ് ഓഫ് ലോങ് ടേം ലോൺ. ഇതാണ് ഈ ഒരു കറണ്ട് അസെറ്റും നോൺ കറണ്ട് ലയബിലിറ്റി ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസാക്ഷന് എക്സാമ്പിൾ. ആൻഡ് ദ തേർഡ് കാറ്റഗറീസ് ഇൻവോൾവിങ് കറണ്ട് ലയബിലിറ്റി ആൻഡ് എ നോൺ കറണ്ട് ലയബിലിറ്റി. രണ്ടും ലയബിലിറ്റിയാണ്, ഒന്ന് കറൻറ്റും ആണ് ഒന്ന് നോൺ കറൻറ്റും ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിളായിട്ട് പറയുന്നത് ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാണ് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യുക അല്ലേ. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റിയാണ് ആൻഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. ആണ് ഈ ഒരു ട്രാൻസാക്ഷന് എക്സാമ്പിൾ. ആൻഡ് ദ ഫോർത്ത് കാറ്റഗറി ഇൻവോൾവിങ് കറണ്ട് ലയബിലിറ്റി ആൻഡ് നോൺ കറണ്ട് അസെറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യാണ് ക്രെഡിറ്റിന് ആൻഡ് 2 month ബില്ലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഫിക്സഡ് അസെറ്റ് അല്ലേ, ഫിക്സഡ് അസെറ്റ് ഈസ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റിനാണ് ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യുന്നത്. നോൺ കറണ്ട് അസെറ്റാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ 2 month ബില്ല് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ, ബിൽസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നോൺ കറണ്ട് അസെറ്റും ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എക്സാമ്പിളാണിത്.
And the last category involving non-trading receipts. Non-trading receipts എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻറ്റ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലുള്ള ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ, അതാണ് ഈ ഒരു നോൺ ട്രേഡിങ് റെസീപ്റ്റ്സ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പം നമുക്ക് ഒരു കൺക്ലൂഷൻ എന്നുള്ള പോലെ പറയുകയാണെങ്കിൽ, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എപ്പോൾ ഉണ്ടാവുന്നോ അപ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ഫണ്ട് ഫ്ലോ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട്സും കറൻറ്റ് നാച്ചർ ഓഫ് ഐറ്റം ആണെങ്കിൽ ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. കറൻറ്റ് ഐറ്റംസ് ആണ് ഈ രണ്ട് ആസ്പെക്റ്റും ട്രാൻസാക്ഷൻ്റെ ആണെങ്കിൽ അത് ഫണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് പറയണത്, രണ്ട് ആസ്പെക്റ്റും നോൺ കറൻറ്റ് ആണെങ്കിൽ എന്തില്ല, ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. അതായത് രണ്ട് ആസ്പെക്റ്റ് കറൻറ്റ് നാച്ചർ ആണെങ്കിലും അതേപോലെ തന്നെ രണ്ട് ആസ്പെക്റ്റ് നോൺ കറൻറ്റ് നാച്ചർ ആണെങ്കിലും ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. ബട്ട് വെൻ ദർ ഈസ് ഫ്ലോ ഓഫ് ഫണ്ട്, എപ്പോഴാണ് ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവുന്നത്, the one aspect of the transaction is current and the other aspect of the transaction is non-current, there is flow of fund. ഒരു ആസ്പെക്റ്റ് കറൻറ്റും അനദർ ആസ്പെക്റ്റ് നോൺ കറൻറ്റും ആവുന്ന സിറ്റുവേഷനിലാണ് ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവുന്നത്. അപ്പം ഇതാണ് നമ്മളൊരു ഫൈനൽ ഇൻ്റർപ്രിട്ടേഷൻ ഓർ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. There will be no flow of fund when the transaction involve current and non-current aspect. ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവുന്നത് ഒരു ആസ്പെക്റ്റ് കറൻറ്റും അതേപോലെ തന്നെ അനദർ ആസ്പെക്റ്റ് നോൺ കറൻറ്റും ആവുന്ന സിറ്റുവേഷനിലാണ്. അപ്പം നമ്മൾ പ്രിലിമിനറി ടെക്നിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രിലിമിനറി ടെക്നിക്സ് മെയിനായിട്ടും രണ്ട് കാറ്റഗറിയാണുള്ളത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റംസും സെക്കൻഡ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷനും. ഈ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷനിൽ നമ്മൾ കുറച്ച് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ കണ്ടെത്തുന്നതും അത് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നതും. ഓക്കെ, താങ്ക് യു.